ചെന്നിട്ട് എന്നെ ചെയ്യും നമുക്ക് അറിയില്ല. ആഷിക്കങ്ങൾക്ക് റേബൻ, ലൂക്കയ്ക്ക് റൈബോയ്. നാളെ അമേരിക്ക പോണതിനെ കുറിച്ച് പറ. ഓക്കെ, നമ്മള് എവിടെയൊക്കെ പോണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ബേസിക് സാധനമൊക്കെ ആയിട്ടുണ്ട്. ഏതൊക്കെ പിറ്റ് സ്റ്റോപ്പ് വേണം, എപ്പ ചെല്ലും, അതൊക്കെ നമുക്ക് റെഡിയാ. പക്ഷെ അവിടെ ചെന്നിട്ട് എന്നെ ചെയ്യും നമുക്ക് അറിയില്ല. 4 ദിവസമുണ്ട്. ആഷിക്ക് പറ, എവിടെ പോണം? എവിടെ പോണെന്നോ? ഈ കണ്ട പിറ്റ് സ്റ്റോപ്പ് മൊത്തം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് അവനല്ല. ഫുഡ് കഴിക്കുന്ന സ്ഥലം കറക്റ്റ് ആയില്ലേ? ഒരു ദിവസത്തേക്ക് നമ്മള് പട്ടിണി കിടക്കില്ല. അത് മതി. പോകുന്ന വഴിയാണുള്ള ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ മിനിമം നമ്മളൊന്ന് ചാറ്റർ ചെയ്യണം. അതാകുമ്പോഴത്തേനും നമുക്ക് അവിടെ ചെന്നുള്ള ഓവർവെൽമിംഗ് സിറ്റുവേഷൻ. എത്ര മണിയെന്ന് അറിയാമോ? 7 മണി. 12 മണിയാവാറായി രാത്രി. നാളെ ഒരു 9 o'clock US പോവാൻ റെഡി ആവണം. പക്ഷെ ഇപ്പോഴും പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മണിക്കൂറുകൾ മാത്രം നിൽക്കെ ഞാനും ലൂക്ക. എന്താ പറയാനുള്ളത്? അടിപൊളി അടിപൊളി. എവരിതിങ് ഓൺ ടൈം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കുന്നു. അതിന്ന് രാവിലെ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു എല്ലാം വെച്ച് അവസാനം ബാക്കിലുള്ളതൊന്നും കാണൂല. ആഷിക് ബ്രോ ഒരു ഹായ് പറയൂ. ഇനി അതുൽ ജെയിംസ് ടെക്കൻ ഹായ്. എന്താ പറയാനുള്ളത്? ലാസ്റ്റ് മിനിറ്റ് വീട് പൂട്ടിയില്ലേ? വാട്ടർ ലൈൻ അടച്ചില്ല, വീട് പൂട്ടിയില്ലേ? ന്യൂയോർക്ക് we are coming. അത്രയുള്ളൂ. ഞങ്ങളെ ജ്യൂസ് മേടിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇവനാ കൊണ്ടുപോകുന്നത്. ആഷിക്കങ്കൾ ഇന്ന് കാനഡയിൽ ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് ഫോൺ പ്ലാൻസിനൊക്കെ നല്ല ഡീലുള്ള ടൈമാണ്. അപ്പോൾ ലൂക്ക എന്നെ വിളിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞു പോന്നു. അവരപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഫോൺ പ്ലാൻ മാറാനും പിന്നെ ഒരു ഫോൺ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനും പോയി. പക്ഷേ ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നല്ലതാണല്ലോ. ആഷിക്കങ്ങൾക്ക് റേബൻ, ലൂക്കയ്ക്ക് റൈബോയ്. ആരാദ്യം വരണേ? ലൂസ് എങ്ങനെയുണ്ട്? ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ വെതറും ഭയങ്കര മോശമായിരുന്നു. ഇഷ്ടംപോലെ കാർ ആക്സിഡൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് വിചാരിച്ചതിനേക്കാളും ലേറ്റായി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 4 PM എന്തോ ആയെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇനി 8 hours കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ബഫല്ലോ തന്നെ തൊട്ടടുത്ത് ബോർഡറിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേ എടുത്തേക്കായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.